സോളാർ മേഖല കടന്നു വരുന്ന ഗവൺമെൻറ്റിൻ്റെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയൊക്കെ വളരെ സഹായത്തോടു കൂടി ഇന്ന് ജനങ്ങളിലേക്ക് വളരെ ഈസിയായി കടന്നു വരാൻ പറ്റുന്ന ഒരു മാർഗ്ഗമായി സോളാർ മേഖല വളർന്നു കഴിഞ്ഞു. അപ്പോൾ ഏതൊരു സാധാരണക്കാരനും ഇപ്പോൾ ഒരു സബ്സിഡി സോളാർ ചെയ്യാൻ, അവൻ്റെ വീടിൻ്റെ മേളിൽ ഒരു സോളാർ ചെയ്യാൻ അവർക്ക് ഈസിയായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിന് അവരെ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും ഞങ്ങൾ ഈ രംഗത്തേക്ക് കടന്നു വരികയും ഇത് ചെയ്യാനുള്ള ഒരു ലൈസൻസ് ഗവൺമെൻറ്റിൽ നിന്ന് ഞങ്ങൾ വാങ്ങിക്കുകയും അതോടുകൂടി ഈ പ്രസ്ഥാനം തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അതൊരു വൻ വിജയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മൈലം എന്ന ഈ ഗ്രാമപ്രദേശത്തും ഈ ടൗൺ അതിർത്തിയിലും ഇതിൻ്റെ സാധ്യത വളരെയേറെ വലുതാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് ഇത് ആവശ്യകരമായുള്ള കാര്യമാണ്. ഇതിനകത്തൊരു ബോധവൽക്കരണവും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ ജനങ്ങളെല്ലാം ഇതിലേക്ക് കടന്നു വരികയും അവരുടെ വൈദ്യുതി ബില്ലിനെ ഏറ്റവും കൂടുതൽ സീറോ ബില്ലിലേക്ക് മാറ്റാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു മേഖലയാണിത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി അവർക്ക് ഇത് ലോൺ രീതിയിൽ ഒക്കെ നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കുകളെല്ലാം ലോൺ തരുന്നുണ്ട്. അതിൽ വളരെ ഈസിയായി തന്നെ അവർക്ക് ലോൺ സാധിച്ചു കൊടുക്കുകയും വളരെ ചെറിയ രീതിയിലുള്ള EMI ആയി തന്നെ അത് പെട്ടെന്ന് തീരുകയും സബ്സിഡി 78,000 രൂപ വരെ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് തരുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും നമ്മളെ സഹായിക്കാനായി സർക്കാർ മുമ്പോട്ട് നിൽപ്പുണ്ട്. അപ്പം നമ്മൾ അതിന് മുമ്പോട്ട് കടന്നു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടി നമ്മളൊരു പ്രസ്ഥാനം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഇന്ന് ഉദ്ഘാടന ദിവസമായ ഇന്നത്തെ ദിവസം നമുക്ക് ഉദ്ഘാടനം നടത്താനായി നമ്മളോട് പറഞ്ഞ ഈ മൈലം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ബിന്ദുജി നാഥ് അവറുകളാണ്. അദ്ദേഹം മാഡം ഏത് സാഹചര്യത്തിൽ എന്തോ ഒരു ചെറിയ കാര്യങ്ങൾക്കായിട്ടൊന്ന് പോകേണ്ടി വന്നു, എത്രയും പെട്ടെന്ന് എത്താമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഉദ്ഘാടന സമയം വാർഡ് മെമ്പർ സാന്നിധ്യത്തിൽ നടക്കട്ടെ, ഞാൻ ഉടനെ എത്തിക്കോളാം എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാർഡ് മെമ്പറായ അംബിക കുമാരി ടീച്ചർ വന്നിട്ടുണ്ട്. ടീച്ചറിൻ്റെ സാന്നിധ്യം ഇന്ന് ഇവിടെ നമുക്ക് നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ഇപ്പോൾ KSEB നമുക്ക് വേണ്ട സഹായങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഇതിന് വേണ്ട പേപ്പർ വർക്കുകളായാലും ഇതിന് വേണ്ട മീറ്ററുകളായാലും എല്ലാം KSEB വഴി മാത്രമേ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കത്തുള്ളൂ. നിങ്ങൾക്കൊരു ബോധവൽക്കരണവും അദ്ദേഹം ചുരുങ്ങിയ സമയം കൊണ്ട് അവതരിപ്പിക്കും. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീജി സുരേഷ് ബാബു, അസിസ്റ്റൻ്റ് എഞ്ചിനീയർ KSEB കൊട്ടാരക്കര. അദ്ദേഹം ഇന്നിവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ നാട്ടിലെ എല്ലാ നാട്ടുകാർക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സുകുമാരൻ സാർ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് നല്ലൊരു അഡ്രസ്സ് തന്ന പട്ടാഴിയിലെ ഞങ്ങളുടെ കൂടെ സഹകരിക്കുന്ന സാറാണ്. സാറ് നമ്മുടെ സ്ഥാപനത്തിനോട് ചേർന്ന് പട്ടാഴിയിലെ ഏറ്റവും വലിയൊരു ബഹുനില കെട്ടിടം, 3 നിലയുടെ ഒരു കെട്ടിടം സാറ് അവിടെ പണിഞ്ഞ് പൂർത്തിയായിരിക്കുകയാണ്. അതിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ നല്ലൊരു ടൗൺഷിപ്പായി മാറും. ഗ്രാമപഞ്ചായത്തിന് നമ്മുടെ മാർക്കറ്റ് ജംഗ്ഷന് തൊട്ട് താഴെ നമ്മുടെ ഹെഡ് ഓഫീസ്, സോളാറിൻ്റെ ഹെഡ് ഓഫീസിന് തൊട്ട് താഴെയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബിൽഡിങ്. അദ്ദേഹം നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്ന് 10 കിലോ വാട്ടിൻ്റെ ഒരു ഗ്രിഡ് സോളാർ, സബ്സിഡി സോളാർ ഞങ്ങൾക്ക് തരികയും അദ്ദേഹത്തിൻ്റെ വീട്ടിലത് സ്ഥാപിക്കുകയും അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. നമ്മുടെ അമ്പലത്തിന് സമീപം തന്നെ സോളാർ അല്ലെങ്കിൽ എവർഗ്രീൻ സോളാർ പവർ ട്രേഡേഴ്സ് എന്ന സ്ഥാപനം തുടങ്ങാൻ കഴിഞ്ഞതിൽ അത്യധികം സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. മിക്കവാറും ഇവിടെ ഇരിക്കുന്നവരും ഒക്കെ നമ്മൾ പഠിപ്പിച്ച കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവർ നമ്മുടെ സ്കൂളിൽ പഠിച്ച് ഇത്രയും അത്യുന്നതമായ രീതിയിൽ പട്ടാഴിയിലും ഒരു സ്ഥാപനം തുടങ്ങി തുടർച്ചയായിട്ട് മൈലത്തും അവർക്ക് തുടങ്ങാൻ പറ്റുന്നു എന്നറിഞ്ഞതിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ എല്ലാ കുട്ടികളും പലരും ഇവിടെ ഇരിക്കുന്നത് ഓരോ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥരായിട്ടാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അവർക്ക് ഇനിയും വിജയം ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒപ്പം
ഈ മംഗളകർമ്മം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ടും പ്രഖ്യാപിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമുള്ളതിൻ്റെ 30% താഴെ മാത്രമേ വൈദ്യുതി നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 30% താഴെയുള്ള അളവ് മാത്രമേ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ വളരെ അധിക വില കൊടുത്ത് വാങ്ങി നമുക്കിവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ ഒരു സംവിധാനവുമായി ഏറെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പുതുതായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പുതിയ ഡാമുകൾ നിർമ്മിക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട്ടിൽ. പിന്നുള്ളത് ആണവ നിലയങ്ങളാണ്. ഈ ആണവ നിലയങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ നാട്ടിലെ ജനസാന്ദ്രമായ പ്രദേശത്ത് അങ്ങനൊരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ അത്തരം മാർഗങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അന്യായ വില കൊടുത്ത് നമ്മൾ വൈദ്യുതി വാങ്ങി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നിലവിലെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ മറ്റ് ഊർജ്ജ മേഖലകൾ തേടിപ്പോയത്. മറ്റ് ഊർജ്ജ മേഖലകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ നമുക്കറിയാം, തമിഴ്നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ വിൻഡ് മില്ലുകൾ, ഇഷ്ടംപോലെ വിൻഡ് മില്ലുകളുണ്ട്. കാറ്റിൽ നിന്ന് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് തമിഴ്നാട്ടിലൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിനുള്ള അവസരം എന്ന് പറഞ്ഞാൽ പരിമിതമാണ്. കാറ്റ് നമുക്ക് തുറസായ സ്ഥലങ്ങളിൽ നിന്ന് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ പറ്റുന്ന അവസരങ്ങൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്ത് വളരെ കുറവാണ്. പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ഒരു സോഴ്സ് എന്ന് പറയുന്നത്, നമുക്ക് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം തന്നുകൊണ്ടിരിക്കുന്ന ഊർജ്ജദാതാവ് സൂര്യനാണ്. അപ്പോൾ ആ സൂര്യനിൽ നിന്നുള്ള സൂര്യപ്രകാശം ഉപയോഗിച്ച് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അതിനൂതനമായ ടെക്നോളജി വ്യാപകമായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ ഇതിന് വലിയൊരു സബ്സിഡിയാണ് കൊടുക്കുന്നത്. വലിയ സബ്സിഡി, വലിയ ഭാരമില്ലാതെ, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ ആളുകൾക്ക് ഈ സോളാർ പാനൽ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് നമുക്ക് വൈദ്യുതി ബില്ല് ലാഭിക്കുമെന്ന് മാത്രമല്ല, നാടിന് കൊടുക്കുന്ന ഒരു സംഭാവനയും കൂടിയാണ് ഇത്തരം സംരംഭങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു കാലത്തെന്ന് പറഞ്ഞാൽ എല്ലാ ബാങ്കുകളും ഈ വളരെ ചെറിയ EMI-യിൽ ലോണുകൾ കൊടുക്കുകയാണ് സോളാർ സ്ഥാപിക്കുന്നതിന്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയൊരു സബ്സിഡി നമുക്ക് ഈ പദ്ധതിക്ക് ലഭിക്കുന്നുണ്ട്. ഒരു 3 കിലോ വാട്ടിൻ്റെ ഒരു പ്ലാന്റ് സ്ഥാപിച്ചാൽ നല്ല വെയിലുള്ള പ്രദേശമാണെങ്കിൽ ഏകദേശം ഒരു 24-25 യൂണിറ്റ് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ 24-25 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം, ഒരു നിയന്ത്രണമില്ലാതെ നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം മിച്ചം വരുന്നത് KSEB ഏറ്റെടുക്കുകയും KSEBക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതൊരു മഹത്തായ, നമ്മുടെ രാജ്യത്തോട് ചെയ്യുന്ന ഏറ്റവും വളരെ മഹത്തായ ഒരു സംരംഭമാണ് ഈ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക.